നമസ്കാരം. ആളുകളെ നമുക്ക് പലതരത്തിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും. പലരും വ്യത്യസ്തരാണ്. പക്ഷേ 120ഓളം ആളുകളെ കൊന്നവനെ എങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്? ഇന്ന് ജനങ്ങളെ വിഡ്ഢികളാക്കാനായിട്ട് പറ്റിയ ഏക വഴിയാണ് ആത്മീയത എന്ന് പറയുന്നത്. കാരണം പരമസാധുക്കളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവരെ പറ്റിച്ച് തിന്നു സുഖിച്ച് കൊഴുക്കുക. അതിപ്പോൾ ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും അവരെ മുതലാക്കി തിന്നു ചേർക്കുന്നവരാണ് ഈ ആത്മീയ കച്ചവടക്കാർ. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം ഇത്രത്തോളം മതവൽക്കരിക്കാനുള്ള ഏക കാരണവും രാഷ്ട്രീയ നേതാക്കൾ വരെ ആത്മീയത ഒരു ആയുധമാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതാണ്. അതിൻ്റെ പ്രധാന കാരണവും ജനത്തിൻ്റെ ഈ ഒരു ബലഹീനത തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ 120 മുകളിൽ ആളുകളെ കൊന്നവൻ ഇപ്പോഴും ഒളിസങ്കേതത്തിൽ തിന്നു സുഖിച്ചിരിക്കുകയാണ്. അതും കൃത്യമായ രാഷ്ട്രീയ സംരക്ഷണത്തോടെ. കാരണം തൊടാൻ കൈവിറക്കി. ഭോലെ ബാബ എന്ന ഈ കൊടും കൊലപാതകിയെ ഇതുവരെ പിടികൂടാൻ കഴിയാത്തത് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ വലിയ വീഴ്ചയാണ്. അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന യോഗി, ഉത്തർപ്രദേശ് സർക്കാർ ഒന്ന് പറയാം, ഇതിന് നിങ്ങൾക്ക് മാപ്പില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശ് സർക്കാർ ഈ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞത് ഭോലെ ബാബയുടെ അംഗരക്ഷകർ അവർ ജനക്കൂട്ടത്തെ പിടിച്ചു തള്ളിയതാണ് ഈ ദുരന്തത്തിന് കാരണമെന്നാണ്. പക്ഷേ അതല്ല സത്യമെന്ന് സംഭവത്തിന് സാക്ഷികളായവർ തന്നെ പറയുന്നുണ്ട്. കാരണം പരിപാടി കഴിഞ്ഞ് പോകാൻ നേരം തൻ്റെ പാദസ്പർശം പതിഞ്ഞ ആ മണ്ണ് ശേഖരിച്ചു കൊള്ളാനായിട്ട് ഇയാൾ ജനങ്ങൾക്ക് ആഹ്വാനം നൽകിയിരുന്നു. അത് കേട്ട ആ ഭൂരിപക്ഷം വരുന്ന പാവങ്ങളായിട്ടുള്ള ജനങ്ങൾ, സ്ത്രീകളായിട്ടുള്ള ഭക്തർ ആ ക്രിമിനലിൻ്റെ പാദം പതിഞ്ഞ മണ്ണ് ശേഖരിക്കാൻ പെട്ടെന്ന് ഒരുമിച്ച് ശ്രമിച്ചു. ആ ശ്രമമാണ് അവിടെ കുട്ടികളും അതോടൊപ്പം തന്നെ സ്ത്രീകളും ഉൾപ്പെടെയുള്ള 120 പേരുടെ ജീവനെടുത്തത്. ഇതിനെ ഒരു ദുരന്തമായിട്ടല്ല കാണേണ്ടത്. മനഃപൂർവ്വം അയാൾ നടത്തിയ ഒരു കൊലപാതകമായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. 120ഓളം പേരെ ഒറ്റയ്ക്ക് കൊല്ലുന്നവന് നമ്മുടെ നിയമവ്യവസ്ഥയിലെ പരമാവധി ശിക്ഷ എന്താണ്? അത് തൂക്കുകയറാണ്. ആ തൂക്കുകയറാണ് ഈ കൊടും ക്രിമിനലിനും ശരിക്കും പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കേണ്ടത്. പീഡന കേസിലും അതോടൊപ്പം തന്നെ കൊലപാതക കേസിലും ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രിമിനലാണ് പെട്ടെന്നൊരു ദിവസം ആൾദൈവവുമായിട്ട് രൂപാന്തരപ്പെട്ടത്. അയാളുടെ സാമ്രാജ്യം ഉത്തർപ്രദേശിന് അപ്പുറത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു. കാരണം വളരെ ബുദ്ധിപൂർവ്വം ആസൂത്രണം ചെയ്താണ് അയാൾ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇയാൾ നവമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാറില്ല. തൻ്റെ ഫോട്ടോകളും അതുപോലെ തന്നെ വീഡിയോകളും ഒന്നും തന്നെ പുറത്തു വിടാറില്ല. കാരണം അത്തരത്തിൽ പ്രതികരിച്ചാൽ ഇന്നത്തെ ഈ സാങ്കേതിക വിദ്യ ഇത്രത്തോളം വളർന്നിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തൻ്റെ ഈ ഒരു ഭക്തി കച്ചവടം പൂട്ടുമെന്ന് നല്ല വ്യക്തമായിട്ട് അയാൾക്കറിയാം. കാരണം വളരെ വ്യക്തമായി ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരു ആത്മീയ ഭക്തി കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇത്രയും അധികം അനുയായികളുള്ള അയാൾ ഒരു വോട്ട് ബാങ്ക് ആയതിനാൽ തന്നെ സർക്കാരും ഇപ്പോൾ അയാളുടെ ഒപ്പം തന്നെ നിന്നു. ഇപ്പോഴും അയാൾക്ക് ഒപ്പമാണ് UP സർക്കാർ. അതുകൊണ്ടാണല്ലോ ഈ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം അയാളുടെ അംഗരക്ഷകരുടെ തലയിൽ തന്നെ ഇപ്പോൾ വെച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ടാണല്ലോ അയാളെ രക്ഷിക്കാനുള്ള ഈ ഒരു നീക്കം ആദ്യം തന്നെ സർക്കാർ നടത്തിയത്. ഇതുവരെ അയാളെ പിടികൂടാനായിട്ട് കഴിയാത്തതും അതുപോലെ തന്നെ ആ രാഷ്ട്രീയ വിധേയം ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ്. അല്ലാതെ സംവിധാനങ്ങളുടെ അപര്യാപ്തത കൊണ്ടല്ല. ഉണ്ട ചോറിനുള്ള നന്ദി കാണിക്കുകയാണ് ഇപ്പോൾ യോഗി സർക്കാർ. അയാളുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അതെല്ലാം പക്ഷേ വെറും കണ്ണിൽ പൊടിയിടൽ തന്ത്രം മാത്രമാണ്. തങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള വെറും കണ്ണിൽ പൊടിയിടൽ തന്ത്രം മാത്രം. ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ യോഗിയുടെ ഈ ഒരു കൊടും ചതിക്ക് കാലം ഒരിക്കലും മാപ്പ് തരില്ല. കാരണം നിരപരാധികളായിട്ടുള്ള 120ഓളം സാധാരണക്കാരുടെ ശാപം, അവരുടെ കുടുംബങ്ങളുടെ ശാപം, അതിൻ്റെ ശക്തി താങ്ങാനായിട്ട് ഈ കൊടും ക്രിമിനലിനെ സംരക്ഷിക്കുന്ന ആർക്കും കഴിയില്ല. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.